ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷീഹൂസ് വേൾഡ്. ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഞാനിപ്പോൾ റിയാദിൽ നിന്ന് നാട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം 3 മാസം ആവാനായിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഒരുക്കങ്ങളൊക്കെ അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് 2 ദിവസം കഴിഞ്ഞാൽ റെൻകാകാൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോവും. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇനിയൊന്ന് എൻ്റെ വീട്ടിലോട്ട് വിരുന്ന് നിൽക്കാനായിട്ട് വരാനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ ഞാനും മക്കളും ഉപ്പാൻ്റെ കൂടെ ഞങ്ങളുടെ 3 വിസ അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യമൊന്നും ഇങ്ങനെ നേരിട്ട് പോയി വിസ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഇപ്പം പുതുതായിട്ട് വന്ന നിയമമാണ് നേരിട്ട് പോയി അടിക്കണം എന്നുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ എറണാകുളം പോയി അടിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ കാലിക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് വിസയൊക്കെ അടിച്ച് വല്ല പ്രോബ്ലമൊന്നുമില്ലാതെ അടിച്ച് കിട്ടിയാൽ ടിക്കറ്റ് എടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ കാർണിവലിന് വന്നിട്ടാണ് കേട്ടോ. ഞങ്ങളവിടെ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് കാർണിവൽ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് വന്നതാണ്. മക്കൾ കുറേ ദിവസമായി അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടൊന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ പൊതുവേ എല്ലാ കാർണിവലും കാണുന്നത് പോലെ തന്നെ ഏന്തൂഞ്ഞാൽ, മരണക്കിണർ, അതുപോലെ ഇങ്ങനത്തെ ഓരോ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊന്നും എനിക്ക് ഇതിലൊന്നും കയറുന്നത് ഇഷ്ടമല്ല. കാരണം ഒന്നാമത് ഒമിറ്റ് ചെയ്യാനായിട്ട്, ഇതിലൊക്കെ കയറിയാൽ എനിക്ക് ഒമിറ്റ് ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊന്നും ഞാൻ കയറാറില്ല കേട്ടോ. അപ്പോൾ മക്കളെ കുറച്ച് ഇതിലൊക്കെ ഒന്ന് ഇങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് ഇവരെ 2 പേരെ ഒന്ന് കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ കയറിയ ഉടനെ വലിയ പ്രോബ്ലം ഒന്നുമില്ലായിരുന്നു. അമ്നുവിന് എല്ലാറ്റിലും കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതിലും ഒന്ന് കയറി നോക്കിയതാണ്. പക്ഷേ ഞങ്ങളിതിന് ഇത്ര സ്പീഡ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. അത് തുടങ്ങിയപ്പോൾ മുതൽ അമ്നു നല്ല കരച്ചിലാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കഴിയുന്നത് വരെ അങ്ങ് വെയിറ്റ് ചെയ്തു. അപ്പോൾ കരഞ്ഞപ്പോൾ നല്ല കരച്ചിൽ തന്നെയാണ്. കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് നേരം കരഞ്ഞു. എന്നിട്ടും അവന് വേറെ എന്ത് കണ്ടിട്ടും കയറണ്ട എന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. വേറൊരു ഐറ്റം കണ്ടപ്പോൾ അതിലും കയറണം എന്ന് പറഞ്ഞ് എല്ലാത്തിലും കയറണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുക തന്നെയാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് നല്ല ഗാനമേളയും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ അങ്ങനെ ഗാനമേളയും പാട്ടൊന്നും കേട്ടിരിക്കുന്നതും അങ്ങനെ അത് കാണുന്നതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് നേരമൊന്നും ഇവിടെ നിന്നിട്ടില്ല. മക്കൾ കുറച്ച് നേരം എല്ലാറ്റിലും ഒന്ന് കളിച്ചിരുന്നപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയി. പിന്നെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. എനിക്കിങ്ങനെ ഗെയിംസിലൊക്കെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒന്നും കിട്ടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു. ഇനിയിപ്പോൾ പോവാനുള്ള ഓരോ കാര്യങ്ങൾ റെഡിയാക്കലാണ്. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ അരിപ്പൊടി, അങ്ങനെ പൊടികളൊക്കെ ഉമ്മ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ട് ഇങ്ങനെ അച്ചാർ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഒരു കുക്കറ്, ഒരു ഇരുമ്പും ചട്ടി, അങ്ങനെ കുറച്ച് ചട്ടികളും പാത്രങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാ ഇതൊക്കെ അവിടേക്ക് കൊണ്ടുപോകുന്നത്, നല്ല വെയിറ്റ് അല്ലേ എന്നൊക്കെ. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചട്ടി കൊണ്ടുപോകണം എന്നുള്ളത്. ഇനിയിപ്പോൾ എത്ര വെയിറ്റ് ആണെങ്കിലും ഒന്ന് കൊണ്ടുപോകണം എന്നുള്ളത്. കാരണം നമ്മൾ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും നമ്മൾ നോമ്പിനൊക്കെ ഒരുപാട് പലഹാരങ്ങളും എല്ലാം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെ ഇരുമ്പിൻ്റെ ചട്ടി യൂസ് ചെയ്യുന്നതാണ്. അധികം എണ്ണ പിടിക്കുകയില്ല. അതുപോലെ തന്നെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വെയിറ്റ് ആണെങ്കിലും ഒന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വലുതൊന്നുമല്ല, ചെറുത് നോക്കിയിട്ടാണ്, വലുതാണ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. പക്ഷേ വെയിറ്റ് കൂടും എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറുത് നോക്കിയിട്ടാണ് മേടിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് വലുത് തന്നെ വാങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ളത്. കാരണം നമ്മൾ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വലുത് തന്നെയാണ് നല്ലത്. ഇത് തീരെ ചെറുതായി പോയിട്ടാണ്.
അപ്പം നമ്മളിങ്ങനെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതുപോലെ മൺചട്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഫസ്റ്റിലൊന്ന് നമ്മൾ മയക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ തുരുമ്പ് പിടിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നമ്മളതൊന്ന് മയക്കിയെടുക്കണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകുന്നവരോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇരുമ്പ് ചട്ടി വാങ്ങുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഐഡിയ ഞാനിങ്ങനെ ഇതിലൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇതൊന്ന് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കി നല്ല ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അല്ലാതെ വെറുതെ അല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളും ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഇരുമ്പ് ചട്ടി ഫെയർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഒരു 2-3 വട്ടമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ നിറച്ച് കഞ്ഞിവെള്ളം എടുക്കുക. കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ഒരുപാട് നിറച്ചെടുക്കണ്ട കേട്ടോ, കാരണം ഇത് തിളച്ച് വരുമ്പോൾ പുറത്തോട്ട് കവിഞ്ഞ് ഒഴുകും. അപ്പോൾ അതുകൊണ്ട് ഇത്ര എടുത്താൽ മതി. എന്നിട്ട് ഗ്യാസ് ഓണാക്കിയിട്ട് ഒരു 15 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം സിമ്മിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ സിമ്മിലിട്ടിട്ട് വേണം ഇതിങ്ങനെ തിളച്ച് വന്നിട്ട് തിളപ്പിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിലിട്ടാൽ ചിലപ്പോൾ മുകളിലോട്ട് നന്നായിട്ടൊന്ന് തിളച്ച് പുറത്തേക്ക് കവിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുക, ഒരു 15 മിനിറ്റൊക്കെ തിളപ്പിച്ചെടുക്കുക. ഇനി അതിലുള്ള കഞ്ഞിവെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കുക. ഇപ്പം ഞാനിതിവിടെ നന്നായിട്ടൊന്ന് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൽ കുറച്ച് ഒരു 2 ഡ്രോപ്പൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെയൊന്ന് തേച്ച് കൊടുക്കുക. ചട്ടിയുടെ ഉൾഭാഗവും പുറം ഭാഗവും എല്ലാ ഭാഗത്തും ഇങ്ങനെ എണ്ണ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചട്ടി ഞാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടായി വരുമ്പോൾ ഒരു വലിയുള്ളി, ചെറിയൊരു വലിയുള്ളി എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ നടുവിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഫോർക്കിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കത്തിയിൽ കുത്തി വെച്ചിട്ട് ഇതിന്മേൽ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആ ഒരു ഉള്ളി വെച്ചിട്ട് അതൊന്നിങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ആ ഉള്ളിൻ്റെ എല്ലാ ഭാഗത്തും ആ ഉള്ളിൻ്റെ അംശം എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് ചെയ്യരുത്, തീർച്ചയായിട്ടും നല്ല ചൂടുണ്ടാവും, കൈമ തട്ടിയാൽ പൊള്ളിപ്പോവും. അപ്പോൾ ഇങ്ങനെയൊന്ന് കത്തി ഉപയോഗിച്ചിട്ടോ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ ഞാൻ എല്ലാ ഭാഗത്തും തേച്ചതിന് ശേഷം അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ച ആ ഒരു ഉള്ളി തന്നെ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഓയിലൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മുടെ ഈ ഒരു ഇരുമ്പും ചട്ടി ഒന്ന് മയക്കിയെടുക്കാനായിട്ട്. ഇതിന് ശേഷം ഞാൻ പോകുന്നത് വരെ നമ്മുടെ വിറക് കത്തിക്കുന്ന അടുപ്പുണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിലിങ്ങനെ വെക്കാറുണ്ട്. നമ്മൾ എല്ലാം ചോറും എല്ലാം വെച്ചതിന് ശേഷം ലാസ്റ്റ് ഒന്ന് ആ ഒരു ചൂടിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് ആ ചട്ടിയിൽ ഒഴിച്ച് വെക്കാറുണ്ട്. അപ്പോൾ പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. എങ്കിലും ഞാൻ കുറച്ച് ദിവസം അങ്ങനെ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ലാസ്റ്റ് ഞാൻ ഈ ഒരു ചട്ടിൻ്റെ ലാസ്റ്റ് ഇത് മയക്കിയിട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്.
ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് മയക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് യൂസ് ചെയ്യുമ്പോൾ കഴുകിയതിന് ശേഷം ഇതെടുത്ത് വെക്കുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് എടുത്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ തുരുമ്പിൻ്റെ അംശം വരും. അപ്പോൾ എപ്പോൾ യൂസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ എടുത്ത് വെക്കാൻ നോക്കുക. അങ്ങനെ കൊണ്ടുപോകാനുള്ള പൊടികൾ, അച്ചാർ, അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങി തിരിച്ച് റെൻകാക്കാൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ പോകുന്നതിന് മുൻപ് ഇങ്ങോട്ടേക്ക് ഒന്ന് വിരുന്നിന് വരാനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. മാത്രമല്ല, വീഡിയോസ് കാണുന്നവരിൽ ആരെങ്കിലും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.